അകക്കണ്ണ്. ദാഭോൽക്കർ കൊലക്കേസ് വിധിയും അന്ധവിശ്വാസാധിപത്യവും. AR. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തിയുക്തം പോരാടി വന്ന യുക്തിവാദി നേതാവ് ഡോക്ടർ നരേന്ദ്ര ദാഭോൽക്കറെ ഹിന്ദുത്വ ഭീകര സംഘടനയായ സനാതൻ സംസ്ഥയുടെ പ്രവർത്തകർ വെടിവെച്ചു കൊന്നത് മഹാരാഷ്ട്രയെ മാത്രമല്ല രാജ്യത്തെയാകെ ഞെട്ടിച്ച സംഭവമാണ്. 2013 ഓഗസ്റ്റ് 20 നടന്ന ഈ ഘോരകൃത്യത്തെ തുടർന്നാണ് മഹാരാഷ്ട്ര നിയമസഭ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസാക്കേണ്ടി വന്നത്. പക്ഷേ ദശാബ്ദത്തിനു ശേഷം കേസിൽ വിധി പറഞ്ഞ പൂനെ പ്രത്യേക കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി PP ജാദവ് 2 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടൊപ്പം വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുതയുണ്ട്. കൊലപാതകത്തിൻ്റെ സൂത്രധാരന്മാരെ കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ടു എന്നതാണത്. ശിക്ഷിക്കപ്പെട്ട 2 പേരും സൂത്രധാരന്മാരല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗൂഢാലോചനക്കാരായ ഡോക്ടർ വീരേന്ദ്ര സിംഗ് താവ്ഡെ, സഞ്ജീവ് പുനലേക്കർ, വിക്രം ഭാവെ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതിക്ക് വിട്ടയക്കേണ്ടി വരികയായിരുന്നു. ഈ കൊലക്കൂട്ടമാവട്ടെ ഉന്നതങ്ങളിലെ സ്വാധീനവും പിടിപാടും ഉപയോഗിച്ച് തങ്ങളുടെ ഉന്മൂലന യത്നം നിർബാധം തുടരുകയായിരുന്നുവെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട് താനും. 2015 ഫെബ്രുവരി 20 CPI നേതാവും അന്ധവിശ്വാസ വിരുദ്ധ പ്രസ്ഥാന നായകനുമായിരുന്ന ഗോവിന്ദ് പൻസാരെ, അതേ വർഷം ഓഗസ്റ്റിൽ സാഹിത്യകാരൻ MA കൽബുർഗി, 2017 സെപ്റ്റംബർ 5 ധീരയായ പത്രപ്രവർത്തക ഗൗരി ലങ്കേഷ് എന്നിവർ സമാന രീതിയിൽ കൊല്ലപ്പെട്ടപ്പോൾ സംശയത്തിൻ്റെ വിരൽ നീണ്ടത് സനാതന സംസ്ഥയുടെ നേരെ തന്നെയായിരുന്നു. പക്ഷേ വർഷങ്ങൾ പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ ഉഴലുകയാണ് അന്വേഷണ ഏജൻസികൾ. മഹാരാഷ്ട്രയിലും കർണാടകയിലും അസമിലും ഝാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമൊക്കെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമങ്ങൾ നിലവിൽ വന്നെങ്കിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെടുകയാണ്. ബഹുമത, ബഹുസംസ്കാര, ബഹുജാതി രാജ്യമായ ഇന്ത്യ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണെന്ന് എടുത്തു പറയേണ്ടതില്ല. ജനസമൂഹത്തെ വിശ്വാസപരമായും സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാതെ അധോലോക ശക്തികൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പിടിമുറുക്കിയതിൻ്റെ സ്വാഭാവിക ഫലമാണ് അന്ധവിശ്വാസ അനാചാരങ്ങൾ ഫലപ്രദമായി തടയാൻ നിയമങ്ങൾ ഇല്ലാതിരിക്കുന്നതും പാസാക്കിയ നിയമങ്ങൾ ഏട്ടിലുറങ്ങുന്നതും. കേസന്വേഷകരും ന്യായാധിപരും തന്നെ അന്ധവിശ്വാസികളും സിദ്ധഭക്തരുമായിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന ആലോചനയും പ്രസക്തമാണ്. മൂഢവിശ്വാസങ്ങളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും മനുഷ്യജീവനും ധനത്തിനും അഭിമാനത്തിനും ഭീഷണിയായ വിശ്വാസാചാരങ്ങളെ കർശനമായി നിരോധിക്കാനും ചൂഷകരെ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി തക്കതായ ശിക്ഷ നൽകാനും ചങ്കൂറ്റമുള്ള പാർട്ടികളോ ഭരണകൂടമോ രാജ്യത്ത് ഇനിയും പിറന്നിട്ട് വേണം. മതേതരമെന്നും ശാസ്ത്രീയ ചിന്തയിൽ അടിയുറച്ചവരുമെന്നൊക്കെ അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളും പാർട്ടികളും അധികാരത്തിനു വേണ്ടി സർവ്വവിധ അന്ധവിശ്വാസങ്ങളെയും അവയുടെ സംരക്ഷകരെയും ഭയക്കുകയും പ്രീതിപ്പെടുത്തുകയും കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതാണ് പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും കാണാനാവുന്നത്. അതിക്രൂരമായ നരബലി സംഭവങ്ങൾ വരെ അരങ്ങേറിയിട്ടും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിയമസഭയിൽ അവതരിപ്പിക്കാനോ പാസാക്കിയെടുക്കാനോ പുരോഗമന കുത്തക അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ പോലും മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നതാണ് കൺമുന്നിലെ കാഴ്ച. ഈ ദിശയിൽ താമസിയാതെ നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ട് വർഷങ്ങൾ കടന്നുപോകുന്നു. നടേപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലെ നിയമങ്ങളുടെ മാതൃകയിലെങ്കിലും നിയമനിർമ്മാണം നടത്താൻ CPM നിയന്ത്രിത സർക്കാർ മടിച്ചു നിൽക്കുന്നു. ജസ്റ്റിസ് KT തോമസ് കമ്മിറ്റി സമർപ്പിച്ച ഭരണപരിഷ്കാര ശുപാർശകൾ ഏട്ടിൽ കിടക്കുകയാണിപ്പോഴും. കാരണം ദുരൂഹമല്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സർവാധിപത്യം പുലർത്തുന്നത്. 1ാം പിണറായി സർക്കാർ രൂപവൽക്കരിച്ച നവോത്ഥാന സംരക്ഷണ സമിതി നിഷ്ക്രിയമായി കിടക്കുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ സുപ്രീം കോടതി പുരോഗമനപരവും കാലോചിതവുമായ വിധി പ്രസ്താവിച്ചപ്പോൾ അതിനെ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത പിണറായി സർക്കാർ സംഘപരിവാർ അതിനെതിരെ തെരുവിലിറങ്ങിയപ്പോൾ വാലും മടക്കി ഓടുന്നതാണ് കണ്ടത്. തുറന്നു വന്ന ഇലക്ഷനിലാവട്ടെ ലാഭം കൊയ്തത് UDFും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന പഴമൊഴി പോലെയായി കാര്യങ്ങൾ. താരതമ്യേന അന്ധവിശ്വാസമുക്തമാണെന്ന് കരുതപ്പെടുന്ന സമൂഹമാണ് മുസ്ലിങ്ങൾ. അവരുടെ പ്രാമാണിക സ്രോതസ്സുകളായ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും അസന്നിഗ്ധമായി വിലക്കുന്നു. സർവശക്തനും സർവജ്ഞനുമായ ജഗന്നിയന്താവല്ലാതെ സൃഷ്ടികളുടെ ഭൂതമോ ഭാവിയോ സംബന്ധിച്ച സൂക്ഷ്മവും ശരിയുമായ ജ്ഞാനമില്ലെന്നും
നന്മതിന്മകളെക്കുറിച്ച വിധി അവന് മാത്രം അവകാശപ്പെട്ടതാണെന്നും സാക്ഷാൽ പ്രവാചകന്മാർക്കു പോലും ദൈവം അറിയിച്ചു കൊടുത്തതല്ലാതെ അദൃശ്യജ്ഞാനം അവകാശപ്പെടാനാവില്ലെന്നുമുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ മൂലശില. അക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നവർ ആരായാലും അവർ വിശ്വാസികൾ പോലുമല്ല. എന്നിരിക്കെ അരക്കിറുക്കന്മാർക്കും മുഴുക്കിറുക്കന്മാർക്കും ഔലിയാപ്പട്ടവും സിദ്ധപരിവേഷവും പതിച്ചു നൽകി ദർഗകളും ശവകുടീരങ്ങളും സ്മാരകങ്ങളും പണിതുയർത്തി പൂജാരികളെ കുടിയിരുത്തി ദുർബല വിശ്വാസികളുടെ പണം പിടുങ്ങുന്ന സംഘടനകളെയും പണ്ഡിത വേഷധാരികളെയും സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ കുടിയിരുത്തുന്നവർക്കെങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിയമം നിർമ്മിക്കാനും നടപടികൾ എടുക്കാനും കഴിയും? തിരുകേശം കേരളീയ സമൂഹത്തിൽ പ്രശ്നവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനെ ബോഡി വേസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീടൊരിക്കലും തദ്വിഷയകമായി ഖമാ എന്നുച്ചരിക്കാതിരുന്നത് ശ്രദ്ധേയമാണ്. വലതുപക്ഷത്തിനാവട്ടെ അന്ധവിശ്വാസ കൂട്ടായ്മയുടെ പിന്തുണ പൂർണ്ണമായി തങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതിലെ പരിഭവമേയുള്ളൂ. വിനാശകരമായ വിശ്വാസാചാരങ്ങൾ സമൂഹത്തിൻ്റെ ചിന്താശക്തിയെയും കർമ്മശേഷിയെയും കാർന്നു തിന്നുന്നതിൽ അവർക്കുമില്ല പരിഭവമോ പരാതിയോ ഒന്നും. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഇന്ത്യ മഹാരാജ്യത്ത് പ്രഥമസ്ഥാനീയരെന്ന് അഭിമാനിക്കുന്ന കേരളീയരെക്കുറിച്ചാണ് ഇത്രയും കുറിച്ചത്. രാജ്യത്തിൻ്റെ മൊത്തം സ്ഥിതി കൂടുതൽ ഭയാനകവും അതിനാൽ തന്നെ വിനാശകരവുമാണ്. സനാതനധർമ്മം എന്ന ബാനറിൽ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പഴക്കമുള്ള ബുദ്ധിശൂന്യമായ വിശ്വാസാചാരങ്ങളെ സർവശക്തിയും വിഭവശേഷിയും ഉപയോഗിച്ച് പുനർജീവിപ്പിക്കാനും പുനഃസ്ഥാപിക്കാനും പ്രതിജ്ഞാബദ്ധമായ കൂട്ടായ്മയാണ് രാജ്യം ഭരിക്കുന്നത്. ഒരു ഇതിഹാസ കഥാപാത്രത്തിൻ്റെ പേരിൽ സഹസ്രകോടികൾ മുടക്കി പണിത മന്ദിരമാണ് തൻ്റെ ഭരണ നേട്ടമെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു കൂവുന്ന ദേഹമാണ് രാജ്യത്തെ നയിക്കുന്നത്. ഭരണത്തിൻ്റെ മൂന്നാം മൂഴം തേടുന്നതും അതിൻ്റെ ബലത്തിലാണ്. അവരുടെ ദൃഷ്ടിയിൽ മുസ്ലിം ക്രൈസ്തവ വിശ്വാസാചാരങ്ങൾ മാത്രമേ പൊറുക്കാനാവാത്തതായുള്ളൂ. മറ്റുള്ളതൊക്കെ പുരാതനവും ഭാരതീയവും അതിനാൽ തന്നെ വിശ്വോത്തരവും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. കലർപ്പില്ലാത്ത ഈ ഫാഷിസത്തെ നേരിടാൻ ജനാധിപത്യ മാർഗേണ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ മാർഗമന്വേഷിക്കുകയേ പോംവഴിയുള്ളൂ. ജനനന്മ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണത്തിൻ്റെയും സംവാദത്തിൻ്റെയും ആശയസമരത്തിൻ്റെയുമായ മാർഗങ്ങൾ തുറന്നുകിടക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മൂലം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവനഷ്ടവും ധനനഷ്ടവും ചൂഷണങ്ങളും അനുഭവങ്ങളുടെയും മുക്തിയുടെയും വെളിച്ചത്തിൽ ചൂണ്ടിക്കാട്ടി വ്യക്തികളെയും കുടുംബങ്ങളെയും നേർവഴിക്ക് കൊണ്ടുവരാൻ അത്യാധുനിക മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തി ആസൂത്രിത ശ്രമങ്ങൾ നടക്കണം. പ്രകോപനമോ ഭീഷണിയോ വെല്ലുവിളിയോ മനം മാറ്റത്തിന് സഹായകമല്ല. വാശിയും ശാഠ്യവും വർദ്ധിപ്പിക്കാനേ അതുതകൂ. സമാധാനപരവും എന്നാൽ ശക്തവുമായ ബോധവൽക്കരണ മാർഗങ്ങളിലൂടെ വ്യക്തികളെയും സമൂഹങ്ങളെയും മാറ്റിമറിച്ച പ്രവാചകന്മാരും പരിഷ്കർത്താക്കളുമാണ് മാതൃക. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പോലുള്ള മാറ്റത്തിൻ്റെ വിധാതാക്കൾ അതാണ് കാണിച്ചു തന്നത്. ഇവരിലാരും യുക്തിവാദികളോ നിഷേധികളോ ആയിരുന്നില്ല. യഥാർത്ഥവും സത്യസന്ധവുമായ വിശ്വാസത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടുതന്നെ അന്ധവിശ്വാസമുക്തവും അനാചാരരഹിതവുമായ സമൂഹ സൃഷ്ടി സാധ്യമാണെന്ന് ചരിത്രം തെളിയിക്കുന്നു.